അല്ല, ഈ ഗ്രൂപ്പില് തൻ്റെ ഇടവും തലച്ചോറുമുള്ള ആണായി പറന്ന ഒരു മുസ്ലിം നവജമാഅത്തുകാരനും ഇല്ലേ? ഞാനത് ചോദിക്കാൻ കാരണം, LK ഷാഫി എന്ന് പറയുന്ന ചങ്ങാതി എൻ്റെ ഒരു വോയിസ് ഇതിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് എന്നെ ടാഗ് ചെയ്ത് ഞാൻ അതിന് മറുപടി പറയണം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ സംസാരിക്കണം എന്ന രൂപത്തിൽ അദ്ദേഹം ടാഗ് ചെയ്ത് വിട്ടത് കൊണ്ടാണ് ഞാൻ ഈ വോയിസിൽ വന്നത്. ഞാൻ ഇന്നലെ രാത്രി ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം ലെഫ്റ്റ് ആയതാണ്. ആ ലെഫ്റ്റ് ആകുന്ന സമയത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കുടുംബം കലക്കിയായ പരമചെറ്റ നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പിലും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ജിഷാൻ സാഹിബിന്റെ ഗ്രൂപ്പിൽ നിന്ന് പോലും ഞാൻ ലെഫ്റ്റായി പോയത് എന്ന് പറഞ്ഞ് ഞാൻ ലെഫ്റ്റായവനാണ്. എന്നിട്ടും വീണ്ടും ഇന്ന് ആ ചെറ്റ എന്നെ ഇതിൽ ആഡ് ചെയ്യുമ്പോ, എന്നിട്ട് വീണ്ടും ആ പരമചെറ്റ എന്നെ ഇതിൽ ആഡ് ചെയ്യുമ്പോ അവനോട് തിരിഞ്ഞൊന്ന് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ഒരാണായി പറഞ്ഞവനും ഇതിലില്ലല്ലോ. അദ്ദേഹത്തിന് താങ്കളുള്ള ഗ്രൂപ്പിൽ നിലനിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും താങ്കളെ ഇതിലേക്ക് ആഡ് ചെയ്തത് എന്ന് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ഒരാണായി പറഞ്ഞവനും ഇല്ലാതെ പോയില്ലേ? അവൻ നിങ്ങളെ വെച്ച് പണമുണ്ടാക്കുകയാണ് എന്ന ഒരു ബോധം പോലും നിങ്ങളെ കൂട്ടത്തിൽ ഒരാണുങ്ങൾക്കും ഇല്ലാതെ പോയി. നിങ്ങൾ വലിയ നേതാവായി ഹോജയായി കാണുന്ന മൗലാന, പേരോട് മൗലാനയെ കുറിച്ച് അവൻ പരമ മോശമായ കമന്റ് എഴുതി പണം സമ്പാദിക്കാൻ വേണ്ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തവനല്ലേ? കൃത്യമായ തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ലിംബ്ര മുഹമ്മദ്? കുടുംബം എങ്ങനെ കലങ്ങി? എന്നെ സംബന്ധിച്ചിടത്തോളം അവന്റെ യൂട്യൂബ് ചാനലോ അവന്റെ സമ്പാദ്യമോ ഒന്നുമല്ല എനിക്ക് വലുത്. എനിക്ക് എന്റെ കുടുംബമാണ് വലുത്. ഈ പരമചെറ്റയുടെ പച്ചയായ നുണ പ്രചരിപ്പിക്കലിലൂടെ അത് ഞാൻ എൻ്റെ മക്കളോട് ചോദ്യം ചെയ്തത് കാരണം ഇന്ന് മാസങ്ങളായിട്ട് എൻ്റെ പല സഹോദരങ്ങളും എന്നോട് മിണ്ടിയിട്ടില്ല. മാസങ്ങളായിട്ട് പല സഹോദരങ്ങളും സംസാരിക്കുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിഷയത്തിലുണ്ടാകും. ഞാൻ അഹ്സൻ ഉസ്താദിനെ എൻ്റെ മോളെ കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും AP ഗ്രൂപ്പുകാരാണ്. വാപ്പ അടക്കം ഞങ്ങൾ എല്ലാവരും AP ഗ്രൂപ്പുകാരാണ് വർഷങ്ങളായിട്ട്. പക്ഷേ ഞാൻ ഈ നവജമാഅത്തിന്റെ തെറ്റായ പേച്ചവാദങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി അഹ്സൻ ഉസ്താദുമായി ബന്ധപ്പെട്ട് അഹ്സൻ ഉസ്താദ് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മോളെ കല്യാണത്തിന് അഹ്സൻ ഉസ്താദിനെ ക്ഷണിച്ചത് കാരണം എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നോട് പിണങ്ങിയിരുന്നെങ്കിൽ പോലും അന്ന് പിണങ്ങിയിരുന്ന എൻ്റെ സഹോദരങ്ങൾ മുഴുവനും എൻ്റെ ഉമ്മാന്റെ വഫാത്തോടുകൂടി ഞങ്ങൾ എല്ലാ പിണക്കവും മാറി. ഞാൻ 10-20 ദിവസം എൻ്റെ ഉമ്മാക്ക് തീരെ സുഖമില്ലാതെ നാട്ടിൽ പോയി. ഉമ്മ മരണപ്പെട്ടു. ഉമ്മാന്റെ മൗലിദും കാര്യങ്ങളും കഴിഞ്ഞ് 10-22 ദിവസത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ മുനാഫിക്കായ പരമചെറ്റയായ, അവനെ വിളിക്കേണ്ട പേരുകൾ പലതുമാണ്, അതൊക്കെ ഞാൻ പിന്നീട് അവന്റെ മുഖത്ത് നോക്കി വിളിക്കാൻ ബാക്കി വെച്ചതാണ്. അതുകൊണ്ട് ഈ പരമചെറ്റ പിന്നെ ഞാനിവിടെ വീണ്ടും നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ മക്കളെയും എന്നെയും ചേർത്തി, അതും അർദ്ധസത്യങ്ങളും, അവന്റെ കയ്യിൽ ഒരു തെളിവുമില്ല. അങ്ങനെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്ന തെളിവ് എന്താ? ഞാൻ എൻ്റെ അഞ്ചന്മാരോട് ചോദിച്ചു നോക്കാൻ. ഞാൻ എൻ്റെ അഞ്ചന്മാരോട് ചോദിച്ചു. അഞ്ചന്മാരോട് ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും തന്ന മറുപടി ഈ ചേറ്റയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ നീ ചതിയനാണ് എന്ന് ഉറപ്പായില്ലേ? നീ ചതിയനല്ല എങ്കിൽ നിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നിന്റെ അനുജന്മാരും നീയും തമ്മിൽ എങ്ങനെ തെറ്റി? അപ്പൊ നീ കള്ളൻ തന്നെയാണ്, നീ ചതിയൻ തന്നെയാണ്. അതുകൊണ്ടല്ലേ അവർ തെറ്റിയത്? അല്ലെ വെറുതെ തെറ്റുവാ? പുറത്തുള്ള ഞാന് നിന്റെ അഞ്ചന്മാരെ നമ്പർ എൻ്റെ അടുത്തില്ല, അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ നീയായിട്ടാ സംസാരിച്ചു. അപ്പൊ പിന്നെ എങ്ങനെ അവർ തെറ്റി? അഞ്ചന്മാര് ആകെ പ്രശ്നമായി, അവര് തെറ്റി. അപ്പൊ ഞാൻ ഈ ചങ്ങാനോട് ചോദിച്ചതിന് അനുജന്മാർ നന്നായിട്ട് പെരടിക്ക് കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ നല്ല അനുജന്മാരല്ലേ എന്നാല്? അല്ലെങ്കിൽ നല്ല ജ്യേഷ്ഠനല്ലേ ഇത്? അല്ലേ? ഇത് നല്ല ജ്യേഷ്ഠനായത് കൊണ്ടല്ലേ അനുജന്മാരോട് അടി കിട്ടിയത്? അവനെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ സംസാരിക്കേണ്ടത് എന്നും, എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രബോധനം നടത്തേണ്ടത് എന്നും, എങ്ങനെയാണ് ഒരു മനുഷ്യനായി ജീവിക്കേണ്ടതെന്നും അവനെ ഞാൻ പിന്നെ പഠിപ്പിച്ചിരിക്കും. എങ്ങനെയാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു മനുഷ്യൻ, മുസ്ലിം പോട്ടെ, ഒരു മനുഷ്യനോട് എങ്ങനെ നിലവൃത്തിയാവണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സൗഹൃദം പങ്കിടണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കണം എന്ന് ഞാൻ അവനെ പഠിപ്പിച്ചിരിക്കും.
ഇൻഷാ അല്ലാഹ്. എല്ലാരും പഠിച്ചോളി. മനുഷ്യന്മാരുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നാൽ ലിംബ്ര മുഹമ്മദ് ക്ലാസ് എടുക്കുന്നത്. എല്ലാരും പഠിച്ചോ. മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോ തെറി പറയാ, 2 കള്ളത്തരം പറയാ. അവന്റെ ഈ കുന്നുകൂടിയ സമ്പത്ത് കാണിച്ച് നമ്മളെ വരട്ടാനൊന്നും നോക്കണ്ട. ഓന്റെ അടുത്ത് ആവശ്യത്തിലധികം സമ്പത്ത് ഓന് കുമിഞ്ഞു കൂടിയപ്പോ ഏത് നേതാക്കളെ കുറിച്ചും തോന്നിവാസം പറയാം, ഏത് പണ്ഡിതന്മാരെ കുറിച്ചും തോന്നിവാസം പറയാം, ഏത് ഔലിയാക്കളെ കുറിച്ചും തോന്നിവാസം പറയാം, ഏത് സാധുക്കളായ ഞങ്ങളെ പോലുള്ളവരും തോന്നിവാസം പറഞ്ഞ് അവന് പണം സമ്പാദിക്കുക ലക്ഷ്യം മാത്രമാണ്. അത് ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ഈ ഗ്രൂപ്പിലൊന്നും എനിക്ക് നിൽക്കാൻ താല്പര്യമല്ല. ഓക്കെ ലിംബ്രക്കാക്ക, നിങ്ങൾ സത്യം പറയണേ. എൻ്റെ അടുത്ത് സമ്പത്ത് കുന്നുകൂടിയത് കോമാട്ടുചാലിൽ അബ്ദുള്ള നിങ്ങൾക്ക് പറഞ്ഞത്, അല്ലാതെ കോമാട്ടിന്റെ അതേ കഥമിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ? സത്യം പറയണേ. ഞാന് സമ്പത്ത് കുന്നുകൂട്ടി ഇരിക്കുകയാണെന്ന്. അപ്പൊ മൂപ്പര് സൗദി അറേബ്യയിലാണല്ലോ. ഞാനിപ്പോ സമ്പത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നു. മൂപ്പര് ഇങ്ങനെ കണ്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കണല്ലോ. കോമാട്ടാണല്ലോ ഇപ്പൊ മുദബ്ബിറുൽ ആലം. ആ നിലയ്ക്ക് ചോദിച്ചാ മുദബ്ബിറുൽ ആലം പറഞ്ഞു കൊടുത്താണോ അല്ലെങ്കിൽ മൂപ്പര കഥമിൽ എത്തിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. ഈ പരമച്ചെറ്റക്ക് അവന് കുടുംബം കലക്കിയാണ്, അവൻ കുടുംബം കലക്കിയാണ്, അവൻ നാട് കലക്കിയാണ്, സമൂഹം കലക്കിയാണ്. നേതാക്കൾക്കിടയിൽ അവന്റെ ആ പേരോട് ഉസ്താദിന്റെ പേരിൽ അവൻ ആരോപിച്ച, അവൻ ആ എഴുതി വിട്ട കമന്റ് കാരണം സംഘടനയിലെ നേതാക്കൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് അവനെ പൊക്കി നടന്നാൽ മതി. അവന് കാശുണ്ടാക്കി അവൻ വലിയ കോടീശ്വരനാവുമ്പോ അവൻ ഓന്റെ വൈക്ക് മൂടും തട്ടിപ്പോകും. അവന് സംഘടനയും വേണ്ട, ഒന്നും വേണ്ട, ഒരു പണം മതി, പണം. പരമച്ചേറ്റ പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. നമ്മളെ കുട്ടികൾ നമ്മളുമായി ബന്ധപ്പെട്ട അഖില് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോകാതെ അതേ ചെയ്യൂ. ഇവനൊക്കെ കഴുത എന്ന് വിളിച്ചാൽ മതിയോ? അങ്ങനെയാണോ അതിന്റെയൊക്കെ മനസ്സിലാക്കേണ്ടത്? പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഅുൽ ഫുസാക്കിലെ 1ാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ഇന്നിപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാശുപത്രിയിൽ കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുക. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. വളവള പറയുന്ന വളിഞ്ഞ ന്യായവുമായി വരുന്ന ഇളിയൻ അനന്തരാവകാശികൾ എന്ന് പറയുന്ന ഈ ഇബ്ലീസിന്റെ അനന്തരാവകാശികളായ ഇത്തരം പണ്ഡിതന്മാർ ഇന്ന് സമൂഹത്തിന് നൽകുന്ന സന്ദേശം. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാമ്പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുന്ന പറഞ്ഞമാതിരി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടിത്തങ്ങളും. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. നേരിട്ട് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള കള്ള ആരോപണങ്ങളുമായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല. ഈ രൂപത്തിലുള്ള തമ്മാടിത്തരൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പേരെന്താണ്? അതാണ് അമ്പിയാക്കൾ അനന്തരക്കാർ. ഇതിലൊക്കെ പാണ്ഡന്മാരെന്ന് പറയാം, പണ്ഡിതനുമല്ല. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ആ അരയില് മൂപ്പര അരയില് അരിഷ്ടക്കുപ്പില്ലാത്ത നിങ്ങളെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ ആ വേങ്ങര മുഖാമുഖത്തിൽ എത്ര ശുഹദാക്കൾ ഉണ്ടായിരുന്നു. ആ ഇപ്പുറത്ത് അലവി ശുഹദാ, ഇപ്പുറത്ത് വാളക്കുള ശുഹദാ, ആകെ ശുഹദാക്കളാവും. ആ ആളും ഇരിങ്ങല്ലൂരാണ്. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. നമ്മളെ ഇനി ഞാനതൊന്ന് നോക്കുകയാണ്. ആരെങ്കിലും ഉണ്ട്? ഒന്ന് മൂപ്പര് തന്നെ, തനി കള്ളം തന്നെ, വിശ്വസിക്കാൻ കൊള്ളില്ല. പറഞ്ഞാ കേൾക്കണ ഒറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. പേരടിക്കൊന്നു കൊടുക്കുക എന്നല്ലാതെ വന്നിട്ടുണ്ടല്ലോ മദീനത്തെ പള്ളി.
മദീനത്തെ പള്ളിയെ പോലെ തന്നെയാണ് ഈ പള്ളി, ഒരു സംശയവും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഉളക്കേങ്ങ് വായിലിട്ടിട്ട് ഇങ്ങനെ കുഴഞ്ഞിട്ടൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ഒരു നല്ല 5 കിലോ ഇറച്ചി പേരോന്റെ വരെ കണക്കടത്തി എല്ലാം കാണാൻ ചൊറുക്കും ഉസാറൊക്കെ ഉണ്ട്. അത് എടുത്തൊക്കെ റെഡിയാക്കാൻ നോക്കുമ്പോൾ ആരോ പറഞ്ഞു അത് പന്നിയിറച്ചിയാണെന്ന് പറഞ്ഞു കിട്ടോ. പേരോട് അദ്രാമം കഴിക്കുവോ? ആ കടയിൽ നിന്ന് പിന്നെ വാങ്ങാൻ പോവോ? കാരണം വസ്വാസായി അത് പന്നിയാണോ പോത്താണോ എന്ന് ഈ പോത്തിനിക്ക് സംശയം വന്നാൽ പിന്നെ വരാ വൈക്ക് പോകുവോ? പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. മുഷാവറയിൽ 40-400 ആളുകളുണ്ടെങ്കിൽ പണ്ഡിത ശിരോമണികളോ അല്ലെങ്കിൽ മണ്ഡ ശിരോമണികളോ ഇത് പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. തലപ്പാവ് ധരിച്ച ചില ആളുകൾ സതിയന്മാർ, വഞ്ചകന്മാർ, കപടന്മാർ, ഇബ്നു ഹജർ പറയാത്ത ഇബാറത്ത് ഇബ്നു ഹജർ പറഞ്ഞു എന്ന് പറഞ്ഞ കള്ളന്മാർ, കാട്ടുകള്ളന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അങ്ങനെയുള്ള ഭയങ്കരം കള്ളന്മാർ, ഈ ചതിയന്മാർ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞു ഇവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞങ്ങൾ മജ്മഉൽ ഫുസാഖ് എന്ന് പറഞ്ഞത് കേട്ടോ. ആണായി പിറന്നവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ എന്ത് തേങ്ങാക്കൊലടങ്ങൾ ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾക്ക് എന്താ? പറഞ്ഞാ കേൾക്കണ ഒരൊറ്റൊന്നും അണികൾ ഉണ്ടാവൂല. പച്ച തോന്നിയാസം മാത്രം തൊള്ളെ കൂടി വരിക, നിയന്ത്രിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ വരിക. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.